തെക്ക് എന്നത് മുഴുവനായി മദ്രാസി എന്ന് വിളിച്ചിരുന്നിടത്ത് നിന്നും കന്യാകുമാരിയെ കന്യാകുമാരി എന്നും കേരളത്തെ കേരളമെന്നും അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിൽ എത്തുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും അവിടേക്ക് തന്നെയാണ്. അവധിക്കാലത്തെ അവസാന ദിവസങ്ങളിൽ തിരക്കിൽ അമരാറുള്ള കന്യാകുമാരിയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും പോലീസുകാരാണ്. നിരത്തുകളിൽ വാഹനങ്ങളില്ല, ആളുകളില്ല. എല്ലായിടത്തും ചർച്ചാ വിഷയം ഒറ്റക്കാര്യം മാത്രം: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ്. അവധി ആഘോഷിക്കാൻ ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നവരുടെ ചരിത്രം മുഴുവൻ തപ്പിയെടുക്കുകയാണ് പോലീസ് ഇപ്പോൾ. അത്ര കർശനമായ സുരക്ഷയാണ് എങ്ങും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം കന്യാകുമാരിയിൽ എത്തിയിരുന്നുവെങ്കിലും ഇക്കുറി 3 ദിവസം അദ്ദേഹം കന്യാകുമാരിയിൽ തങ്ങുന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചങ്കിടിപ്പ് കൂട്ടുന്നത്. കടലിലുമുണ്ട് സുരക്ഷ. വിവേകാനന്ദ സ്മാരകത്തിന്റെ ചുറ്റും സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് നാവികസേനയുടെ ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും. കന്യാകുമാരിക്കുള്ള യാത്രയ്ക്കിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ എങ്ങും വ്യാപകമായിരുന്നു. സ്വാമി വിവേകാനന്ദൻ തപസ്സിരുന്ന പാറ 1892 ഡിസംബർ 23, 24, 25 തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന പാറയിൽ 1970-ലാണ് സ്മാരകം പണിതത്. അന്ന് കന്യാകുമാരി തീരത്തെത്തിയ സ്വാമി വിവേകാനന്ദൻ പാറയിലേക്ക് പോകാൻ പാറയിലേക്ക് പോകാൻ സഹായിക്കാമോ എന്ന് മത്സ്യത്തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു. അന്ന് കൂലിയായി ചോദിച്ച തുക അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അതിനാൽ സ്വാമി നീന്തി പാറയിലെത്തി അവിടെ ധ്യാനമിരുന്നു. രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദ് വിവേകാനന്ദ പാറ സന്ദർശിച്ചിരുന്നുവെങ്കിലും ധ്യാനം ഇരുന്നില്ല. കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ പാറയാണ് എന്ന സങ്കല്പവുമുണ്ട്. ഈ കന്യാകുമാരിയിലെ ഈ ധ്യാന കേന്ദ്രം എല്ലാവർക്കും വരാവുന്നതും എല്ലാവർക്കും ധ്യാനം ഇരിക്കാവുന്നതുമാണ്. എന്നാൽ കുറ്റം മാത്രം കണ്ടെത്തുകയും അതിൽ പല വിമർശനങ്ങളും കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടെ പോവുകയും ഇതൊരു ഒഴിഞ്ഞ ഒരു മുറിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിലെ പ്രാധാന്യം മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. എന്തായാലും മലയാളി വാർത്താ സംഘവും കന്യാകുമാരിയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ അത് വാർത്തയാക്കാൻ മലയാളി വാർത്താ സംഘവും കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. അതിന്റെ ചില ദൃശ്യങ്ങളൊന്ന് കാണാം. உள்ள வேணுங்க. വിവേകാനന്ദ പാറയിലെ മണ്ഡപത്തിന് ശ്രീപാദ മണ്ഡപം, ധ്യാന മണ്ഡപം, സഭാമണ്ഡപം എന്നീ ഭാഗങ്ങളുണ്ട്. ധ്യാന മണ്ഡപത്തിൽ ഓംകാര രൂപമുള്ള ധ്യാനമുറിയും വശങ്ങളിൽ 6 മുറികളുമുണ്ട്. സഭാമണ്ഡപത്തിൽ വിവേകാനന്ദന്റെ വെങ്കല പ്രതിമയും ഒരു വരാന്തയും തുറന്ന മുറിയും ഉണ്ട്. ശ്രീപാദ മണ്ഡപത്തിൽ ഗർഭഗൃഹം, അകത്തെയും പുറത്തെയും ഹാൾ. ഇവിടെ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ഛായാചിത്രമാണുള്ളത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ വെങ്കല പ്രതിമയിലും ഈ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ഛായാചിത്രങ്ങളിലും പുഷ്പാർച്ചന നടത്തിയിരുന്നു.